12 മുതൽ ഈ കേരളത്തിൽ വിധവകളായ ഭർത്താക്കന്മാർ മരണപ്പെട്ടുപോയവർ, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന സഹോദരിമാർ, വളരെ യാദൃശ്ചികമായി കുഞ്ഞുങ്ങളുണ്ടായിട്ടുള്ള, വിവാഹം കഴിക്കാതെ തന്നെ കുഞ്ഞുങ്ങളുണ്ടായിട്ടുള്ള അമ്മമാർ, ഇങ്ങനെ ഭർത്താവിന്റെ സാന്നിധ്യമില്ലാത്ത സഹോദരിമാരെ ഈ കേരളത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവർക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, അവർക്ക് സമൂഹത്തിലുണ്ടാവുന്ന സാമൂഹിക ഉപരോധങ്ങൾക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി, അവർക്ക് ശക്തമായ നിയമ സംരക്ഷണം നൽകുന്നതിന് വേണ്ടി, അങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടുപോയ, പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ ജനസമൂഹത്തിന്റെ കൂടെ ചേർന്ന് നിന്ന് നിൽക്കാൻ കഴിയുന്ന മനസ്സുള്ള മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള വിധവ സംരക്ഷണ സമിതി എന്ന് പറയുന്ന സംഘടന. ഈ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരുപക്ഷെ എന്റെ വാക്കുകൾ കേൾക്കാൻ എന്റെ മുൻപിൽ നിൽക്കുന്ന പുരുഷന്മാർ, അവർക്ക് വീട്ടിൽ അവരുടെ ഭാര്യയുടെ സാന്നിധ്യമുള്ള പുരുഷന്മാർ, അവർക്കൊരു പക്ഷേ വിധവയായ സഹോദരിയുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. വിധവ എന്ന് കേൾക്കുമ്പോൾ പല ആളുകളും ചിന്തിക്കുന്നത്, രസകരമായി ചിരിച്ചുകൊണ്ട് ചിന്തിക്കുന്ന ഒരുപാട് പുരുഷന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു നിമിഷ നേരം കൊണ്ട് മരണം കള്ളനെ പോലെ അവനെ പിടികൂടുമ്പോൾ അവന്റെ ഭാര്യയും വിധവയായി തീരും എന്ന സങ്കല്പം, എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഈ വിഷയത്തെ സമീപിക്കുന്നവർക്ക് മാത്രമേ ഈ വിഷയത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ്. കേരള വിധവാ സംരക്ഷണ സമിതി ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു ഭരണ സംവിധാനത്തിനോ എതിരല്ല. കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും